ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്, പാസ്റ്റർ വിജയരാജ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയിസ് ടി വിയിലേക്ക് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യം കർത്താവെ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുവാനുള്ള എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും നിന്റെ ദാസന്റെ മേല കർത്താവ് പകരുമാറാകണമേ. അത് കേൾക്കുന്ന ജനത്തിനൊരു വലിയ കർത്താവ് വിടുതലായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ഞങ്ങളുടെ വിലയേറിയ ചെറുകൻ്റെ മറവിലിരിക്കട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തിയാട്ടോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ ഇനിയിപ്പോൾ ദേവദാസന് ജീവിതാനുഭവം ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. അതിനായി ഞാൻ ദേവദാസനെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ജോയിസ് ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഇങ്ങനെ എൻ്റെ സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവിന്റെ സാക്ഷിയായി അനേകരുടെ മുമ്പേ നിൽപ്പാൻ ദൈവം ഉയർത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു. പുകഴ്കാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ കടന്നു വന്ന് ഇതിനുവേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കിയ പ്രിയ റേച്ചൽ ആന്റിയോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ഇത് അനേകർക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് വിജയരാജ് എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര എന്ന് പറഞ്ഞ ദേശത്താണ്. ഞങ്ങൾ തമിഴ് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. എൻ്റെ പിതാവ് ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഞങ്ങൾ 6 മക്കളാണ്. മാതാവ് വീട്ടിലുണ്ട്, പിതാവ് മരണപ്പെട്ടു. 3 സഹോദരങ്ങളുണ്ട്. അതിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു, 2 സഹോദരിമാരുണ്ട്. എല്ലാവരും ക്ഷേമമായിരിക്കുന്നു. എൻ്റെ വൈഫിന്റെ പേര് ബിന്ദു. എനിക്കൊരു മകനുണ്ട്, പേര് ജോഷുവ. അവനിവിടെ ഞങ്ങളോടുകൂടെ ബീഹാറിലായിരിക്കുന്നു. ഞങ്ങൾ ബീഹാറിൽ റക്സോൾ എന്ന് പറയുന്ന ദേശത്ത് വേല ചെയ്യുന്നു. ഇന്ത്യ മിഷൻ എന്ന് പറഞ്ഞ സംഘടനയോട് ചേർന്നാണ് ഞങ്ങൾ വേല ചെയ്യുന്നത്. ഇതാണ് വൈഫിന്റെ വീട്ടിൽ 2 സഹോദരന്മാർ. എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് സ്വർണ്ണപ്പണിക്കാരനാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കുടിയേറിപ്പാർത്തവരാണ്. വിഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ, ക്ഷേത്രങ്ങളോടുള്ള ബന്ധത്തിൽ വേലയോടെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ പിതാവ് നല്ല ആഭരണ നിർമ്മാണ തൊഴിലാളിയാണ്. അതുകൊണ്ട് ഒത്തിരി വരുമാനം ഞങ്ങൾക്ക് ആ പൈതൽ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ലൊരു അനുഗ്രഹപ്പെട്ട കുട്ടിക്കാലം അടിയന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പിതാവ് നല്ല വിശ്വസ്തനും ഒക്കെ ആയിരുന്നത് കൊണ്ട് ഒത്തിരി തൊഴിലുകൾ ലഭിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ ജ്വല്ലറികളോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും വിശ്വസിച്ച് കൊണ്ടുവന്ന് പണി ഏൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അമ്പലത്തിലോടുള്ള പണി മാത്രമല്ല, അതുപോലെ തന്നെ അനേക പള്ളികളിലെ അംശവടി, അതുപോലെ ബിഷപ്പുമാർ ഇടുന്ന മാലകള്, അതിന്റെ കുരിശുകളെല്ലാം പഠിക്കുമായിരുന്നു. അങ്ങനെ നല്ലൊരു സമ്പത്തിന്റെ ഒരു കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഈ ദൈവത്തെ ഒന്നും അറിയാതെ ജീവിച്ചെങ്കിലും ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. പിതാവിന്റെ സ്വന്തക്കാര് ഒക്കെ തമിഴ്നാട്ടിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരും. അപ്പോൾ ഒരു ഉത്സവ സമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടത്. എപ്പോഴും വീട്ടിലെ ആളും ആരോ എല്ലാം ഉണ്ടാവും. അതുപോലെ പിതാവിന്റെ സഹോദരന്റെ മക്കളെല്ലാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടെ മുന്നോട്ട് പോകവേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുവാൻ തുടങ്ങി. സഹോദരന്മാരെല്ലാം വലുതായി വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ അവർ പിതാവിനോട് ചേർന്ന് സ്വർണ്ണപ്പണിയെല്ലാം ചെയ്യുവാൻ തുടങ്ങി. അവർ പഠിക്കുവാൻ മോശമായിട്ടല്ല, അവര് ഉഴപ്പിക്കളഞ്ഞു. സമ്പത്തിന്റെ ഒക്കെ ആ ഒരു ഇതിന്റെ പേര് അവരിങ്ങനെ ഉഴപ്പിക്കളഞ്ഞു. പിന്നെ കൂട്ടുകെട്ടും കാര്യങ്ങളും ഒക്കെയായി അങ്ങനെ അവരുടെ ജീവിതം ഈ ലോകത്തിലേക്ക് വഴിമാറിപ്പോയി. പിതാവ് വളരെ അവരെ നേരോടെ നടത്തുവാൻ വേണ്ടി വളരെ അധ്വാനിച്ചു.
ഞങ്ങൾക്കറിയാവുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങളൊക്കെയും ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അതിൽ നിന്നും അവരെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങളുടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജ്യേഷ്ഠനെയൊക്കെ അവർ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പിതാവിനെ അനുസരിക്കാനും പിതാവിനെ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി എന്റെ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും വളരെ പ്രയാസം നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക് വന്നു. ഞങ്ങൾ പഠിക്കാൻ മോശമൊന്നുമല്ലായിരുന്നു, ഞങ്ങൾ നന്നായി പഠിക്കുമായിരുന്നു. സ്കൂളിൽ 1-2 സ്ഥാനങ്ങളിലൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1ാം റാങ്ക് 2ാം റാങ്ക് ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പഠിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സമയത്ത് സഹോദരന്റെ എന്റെ സഹോദരൻ മദ്യപിച്ചിട്ടുള്ള ഒരു കലഹത്തിൽ നല്ലൊരു സുഹൃത്ത് കൊല്ലപ്പെടുവാനിടയായി തീർന്നു. അതുമൊക്കെ ഞങ്ങൾ വളരെ കഷ്ടത്തിലായി തീർന്നു. അതിനു മുമ്പ് തന്നെ സഹോദരന്റെ പല ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെ വളരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സഹോദരൻ വീട്ടിൽ നിന്ന് നാട് വിട്ടു പോകുവാനിടയായി തീർന്നു. ആ സമയത്തൊക്കെ വളരെ ഭാരം അനുഭവിച്ച പിതാവ് ഒരു മാനസിക രോഗിയായി തീർന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി കാലം പിതാവിനെ ചികിത്സിച്ച ശേഷമാണ് താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. അത് കഴിഞ്ഞ് സഹോദരൻ കടന്നുപോയ ആ വഴിയിൽ നിന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. താൻ ഒരു ഊട്ടിയിലുണ്ടെന്ന് പറഞ്ഞ ആളയച്ച് വിടുവിച്ച് കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. എന്നാലും പിന്നെയും സഹോദരന്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അന്ന് ആ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് വീട്ടിൽ വലിയൊരു തുകയ്ക്കാണ് തന്റെ ജീവിതത്തിന് ഉദാഹരണത്തിന് വേണ്ടി ഒരു വലിയ പൂജാതി കർമ്മങ്ങൾ നടത്തുവാൻ ഇടയായിത്തീർന്നത്. ഇന്നത്തെ കാലത്ത് ആ പൈസക്ക് നല്ല ഒരു തുകയ്ക്ക് സ്വർണം വാങ്ങുവാം, അത്രത്തോളം പൈസ ചെലവഴിച്ചു അന്നത്തെ കാലത്ത്. എന്നാൽ അതൊന്നും തന്റെ ജീവിതത്തിലൊരു ഉദാഹരണത്തിന് കാരണമായി തീർന്നില്ല. അങ്ങനെ പിന്നെയും തന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കൊലപാതകത്തിലേക്ക് തന്റെ ജീവിതം നയിക്കപ്പെട്ടത്. അതോടുകൂടി ഞങ്ങളുടെ ജീവിതം ആകെ താറുമാറായി തകർന്നു പോയി എന്ന് വേണം പറയാം. ഒരു വലിയ വിപത്ത് വന്നപ്പോൾ എല്ലാവരും ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. ഞങ്ങളുടെ വീട്ടിൽ അതുപോലെ സന്തോഷത്തോടെ ഞങ്ങളുടെ നാട്ടിലെല്ലാം ഞങ്ങളെ വലിയ ആദരിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ സഹോദരന്റെ ഈ ഒരു പ്രവൃത്തി നിമിത്തം ഞങ്ങളെ ദേശത്ത് ദുഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തവരെ, ഞങ്ങളോട് കൂടെ ആയിരുന്ന അനേകർ പോലും ഞങ്ങളെ തിരിച്ച് നിന്ദിച്ച് പറയാനിടയായി തീർന്നു. ഇത് അന്നത്തെ കാലത്ത് ഒരു വലിയ സംഭവമായിരുന്നു. 10-30 വർഷങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് വലിയൊരു സംഭവമാണ്. ഇത് വലിയ വാരികകളിലേക്ക് വന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വാരികകളിലേക്ക് വന്നു. അപ്പൊ ഞങ്ങള് പോകുന്ന സമയത്തേക്ക് ഓരോരുത്തരും ഞങ്ങളെ പരിഹസിക്കേണ്ടതിന് വേണ്ടി ഈ വാരിക എടുത്ത് തുറന്ന് വായിച്ചിട്ട് പറയും, ഇവനൊക്കെ ഇനി എന്തൊക്കെ കാണിച്ചു വിട്ടു, അവനങ്ങനെയായി പോയി, ഇവരൊക്കെ അങ്ങനെ ഞങ്ങളെ ഒത്തിരി പരിഹസിക്കാനും നിന്ദിക്കാനും ഇടയായി തീർന്നു. ഞങ്ങളുടെ പിതാവ് ജ്യേഷ്ഠനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് ജീവിക്കണ്ട, അവന് വേണ്ടി എത്രത്തോളം സഹിച്ചു, എന്നിട്ട് ഇപ്പോൾ നമുക്ക് വീണ്ടും അപമാനം വന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കണ്ട, നമുക്ക് മരിച്ചു കളഞ്ഞേക്കാമെന്ന് പിതാവ് ഹൃദയത്തിലൊരു തീരുമാനമെടുത്ത് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളന്ന് മരിക്കാൻ ഭയമായിരുന്നത് കൊണ്ട്, പിന്നെ അത് മാത്രമല്ല ഇപ്പോഴാണ് അറിയുന്നത് ദൈവം നമ്മളെ കരുതിയിരുന്നത് കൊണ്ട് ആ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഞങ്ങൾ കരഞ്ഞു പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് ആ തീരുമാനത്തിൽ മാറ്റി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അവനെ പോലെ ആകരുത്, നിങ്ങൾ നല്ല മക്കളായി ജീവിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മുന്നോട്ട് ജീവിക്കാനിടയായി തീർന്നു. അങ്ങനെ എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു. ജീവിതത്തിൽ വലിയ കഷ്ടത നിറഞ്ഞ അനുഭവമായിരുന്നു. വരുമാനം കുറഞ്ഞു. പിതാവ് പിന്നെയും വളരെ വേദനയോടെ മാനസിക രോഗിയായി തീർന്നു. പിന്നെയും താൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുവാനിടയായി തീർന്നു. ഏറെ നാളുകൾക്ക് ശേഷം പിതാവ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും ആ മകനോടുള്ള സ്നേഹത്തിൽ പറഞ്ഞു, ഇത്രയും നാളായില്ലേ, അവനൊരു മാറ്റമൊക്കെ വന്നു കാണുമെന്ന് പിതാവ് മനസ്സിൽ ചിന്തിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് അവനെ പോയി കാണട്ടെ, അവന് മനംമാറ്റം വല്ല ഉണ്ടെങ്കിൽ അവനെ ജാമ്യത്തിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പിതാവ് പറയാനിടയായി തീർന്നു. അങ്ങനെ പോയി തന്നെ കാണുകയും അവിടെ പോയപ്പോഴത്തേക്കും അകത്ത് കിടക്കുന്ന ആളെപ്പോഴും പുറത്തു വരണമെന്നല്ലേ. പിതാവ് പറഞ്ഞു, നീ ഇനി വന്നാൽ മര്യാദയ്ക്ക് ജീവിക്കുമോ എന്ന് ചോദിച്ചു. ആള് പറഞ്ഞു, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ചു നാളൊന്നും കുഴപ്പമില്ലാതെ ആയിരുന്നു. എന്നാൽ പിന്നെയും മദ്യപിച്ചും വളരെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിയന്ത്രിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് വന്നു. ഇതിനെ ഇടയ്ക്ക് തന്റെ കേസ് ശിക്ഷയിലേക്ക്, അല്ലെങ്കിൽ അത് കോടതിയിൽ വന്ന് ശിക്ഷ വിധിച്ച സമയത്ത് അതിന് കുറച്ചു നാൾ മുമ്പ് പിതാവ് മരിക്കാനിടയായിട്ടുണ്ട്. താൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ ആരും നിയന്ത്രിക്കാനില്ലാത്ത രീതിയിലേക്ക് ഇവർ വളർന്നു വന്നു. വളരെ ബഹളമായിരുന്നു. രാത്രിയുടെ ആവുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ പേടിയാണ്. അതുപോലെ ഒരു ഉത്സവ ദിവസങ്ങളോ പെരുന്നാളുകളോ വരുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളത്തിൽ ഭയങ്കര
ഭയമാണ്. എല്ലാവരും സന്തോഷിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതം വലിയ ദുഃഖമാണ്, ഭീതിയാണ്. എന്നും ബഹളം, ഒരു നേരത്തെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി. എന്നാൽ താൻ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് കടന്നുപോയി. ഞാൻ വീട്ടിൽ വേറെ മാർഗമൊന്നുമില്ല. അതിന്റെ തൊട്ട് താഴെയുള്ള ജ്യേഷ്ഠനും മദ്യത്തിന് അടിമപ്പെട്ടു തുടങ്ങി. അപ്പോൾ പിന്നെ ജോലിക്ക് പോകേണ്ടത് ഞാനും എന്റെ തൊട്ട് മൂത്ത സഹോദരൻ, ഞങ്ങൾ ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ തുടങ്ങി. അപ്പൊ ജോലിക്ക് പോയ സ്ഥലത്തും വലിയ പ്രതിസന്ധികൾ എനിക്ക് നേരിടേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ എന്റെ ജ്യേഷ്ഠൻ ഒരു കൊലപാതകി. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോൾ ജോലിക്ക് പോകുന്നിടത്തൊക്കെ ആരും എന്നോട് മിണ്ടാതെയായി, സംസാരിക്കത്തില്ല. 2-3 വർഷക്കാലം അവിടെ ജോലി ചെയ്ത സമയത്ത് ആരും ഒരു വാക്ക് പോലും പറയാതെ, എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ വിക്കുള്ള അനുഭവത്തിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അങ്ങനെ അവിടെ സ്വർണത്തിന്റെ പണി തന്നെയായിരുന്നു അവിടെയും. അവിടെ ഈ കൂടെ പണിയുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോയാലും അത് നമ്മുടെ പേര് വരും. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് കാണാതെ പോകുന്നതൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതും എന്റെ വലിയ ഉത്തരവാദിത്വമായി തീർന്നു. അതെല്ലാം അന്നും ഈ ദൈവത്തെ അറിയുന്നില്ലെങ്കിലും ദൈവം എന്നോട് കൂടെ ഇരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഓരോ കാര്യങ്ങളിലും അവരുടെ കയ്യിൽ നിന്ന് പോകുന്നതൊക്കെ നഷ്ടപ്പെട്ടൊക്കെ കൃത്യമായി എടുത്തു കൊടുക്കുവാൻ, അങ്ങനെ അവര് 2-3 വർഷക്കാലം എന്നെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്നോട് സംസാരിക്കാനും എന്നെ മനസ്സിലാക്കുവാനും അവരിടയായി തീർന്നത്. അങ്ങനെ മുന്നോട്ട് പോയി ഞാനും ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴും നമ്മൾ ഈ അടിമത്തത്തിൽ കിടക്കുന്നത് പോലെ ഞാനും മദ്യത്തിനും പുകവലിക്കും എല്ലാം അടിമപ്പെടുവാൻ തുടങ്ങി. പൈസ കയ്യിൽ വന്നു കഴിയുമ്പോൾ ഇത്രത്തോളം അപമാനിക്കപ്പെട്ടതിന്റെ പക അതുപോലെ അത്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സോടെ ജീവിക്കാൻ തുടങ്ങി. ഒരു വല്ലാത്ത റിബല്യസ് മൈൻഡിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ജ്യേഷ്ഠ ജയിലിലേക്ക് പോയി. അതിനുശേഷം താൻ അവിടെ പോയി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. താൻ അവിടെ നിന്ന് എനിക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. മക്കളെ, നമുക്ക് തെറ്റുപറ്റിപ്പോയി, നമുക്കൊരു ദൈവമുണ്ട്, യേശുവാണ് ദൈവം എന്നെല്ലാം പറഞ്ഞു കത്തുകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. താൻ പറഞ്ഞൊന്നും ഞാൻ ഉൾക്കൊണ്ടില്ല. തന്റെ നല്ല യൗവനകാലത്ത് താനിവിടെ സുഖിച്ച് ജീവിച്ചിട്ട് താനിപ്പോൾ പോയിട്ട് യേശുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ തിരിച്ച് പറഞ്ഞു, ഇപ്പോൾ എന്റെ സമയമാണ്. അന്ന് എന്റെ കയ്യിൽ നല്ല വരുമാനമുണ്ട്. എനിക്ക് ഞാൻ പണിയെടുത്ത് നല്ലൊരു വരുമാനം, മാസ വരുമാനം എനിക്ക് ലഭിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്റെ സമയമാണ്, ഞാൻ ആലോചിക്കാം പിന്നത്തേതിൽ എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ ഞാൻ ഒന്ന് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അധിക കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചില്ല. ഒരു വല്ലാത്ത ഭയം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ വളരെ ഭാരപ്പെട്ടു. അതെന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം എന്നെ ഭരിക്കുവാൻ തുടങ്ങി. ഞാൻ അതിനെക്കുറിച്ച് കുറെ ആലോചിച്ചു. എനിക്ക് അതിനൊരു ഉത്തരം ലഭിച്ചില്ല. അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഒരു വഴിപാടുകൾ കഴിച്ച് അതങ്ങ് മാറിപ്പോക്കോളും എന്ന് പറഞ്ഞു. ഞാൻ അമ്പലത്തിൽ നിന്നും സ്വതവേ പോകാത്ത ഒരാളാണ്. എന്താന്ന് വെച്ചാൽ എന്റെ ജ്യേഷ്ഠന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ട് അതിനൊന്നും ഒരു പരിഹാരമില്ലെന്ന് അതിന്റെ ഉള്ളത്തിൽ അറിയാം. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. എന്നാലും അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പിന്നെയും പോയി. അവിടെ ഒരാഴ്ച ഞാൻ അവിടെ കടന്നു പോയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും, വല്ല തെളിച്ചം എന്റെ നേരെ വരുന്നുണ്ടോ, വല്ല സംസാരം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പോയി നോക്കി നിന്നു. ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ സമയത്താണ് എന്റെ ഇളയ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു പോയെന്നൊരു വാർത്ത എനിക്ക് അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ അതാണ് എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ചിന്ത എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് വലിയ വേദന അല്ലെങ്കിൽ ദുഃഖമോ ഒന്നും ഉണ്ടായില്ല. ഞാൻ കടന്നുപോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി ഒരു ഇതുമില്ല, ഇനി നമുക്ക് രക്ഷയ്ക്കായിട്ട് ഒരു മാർഗവുമില്ല എന്ന് എന്റെ ഉള്ളത്തിൽ അങ്ങനെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ വേറെ ഒരു ആരാധനയോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനും ഞാൻ പോകത്തില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ജ്യേഷ്ഠൻ ഇടയ്ക്ക് പരോളിലൊക്കെ വീട്ടിൽ വരും. ജ്യേഷ്ഠന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. മുമ്പ് ഇതിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ജ്യേഷ്ഠൻ പരോളിലൊക്കെ വരുന്ന സമയത്ത് തന്റെ കൂടെ ഒത്തിരി പേര് വരും. അപ്പൊ തന്റെ കൂടെ ജയിലിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ വരും. അവര് വന്ന് യേശുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ജ്യേഷ്ഠനെ പോലുള്ള ആൾക്കാരായിരിക്കും, ഇതുപോലെ ജീവിച്ച ആൾക്കാരല്ലേ ഇവര്. ഇനി ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല. എന്നാൽ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠന്റെ കൂടെ 3-4 വ്യക്തികൾ വന്നു. എനിക്ക് വളരെ അത്ഭുതമായി പോയി. അപ്പൊ അവരെന്നോട് വന്ന് പരിചയപ്പെട്ടു. ഞാനന്ന് വീട്ടിലുണ്ടായിരുന്നു. പരിചയപ്പെട്ടത് പറഞ്ഞ് 2 പേര് എഞ്ചിനീയർമാരാ, എറണാകുളത്ത് ഒരു കമ്പനിയിലെ. അപ്പോൾ തന്നെ ഒരു ദേവദാസന്മാരുമാണ്. ഒരാളൊരു ഡോക്ടറാണ്, ഒരാളൊരു കമ്പനിയിലെ മാനേജറാണ്. അവര് 4 പേരും കൂടി ഭവനത്തിലേക്ക് വന്നു. അവരെന്നോട് സംസാരിച്ചപ്പോ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഇത്രയും നല്ല കൂട്ടുകെട്ടോ. ഞാനിവിടെ എന്റെ കയ്യിൽ പൈസ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് കുറച്ച് മദ്യപിക്കുന്ന കുറച്ച് കൂട്ടുകാര് അങ്ങനെ. അപ്പൊ ഞാനത് ചിന്തിച്ചു. അവരന്ന് എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. അന്നാണ് ഞാൻ പലവട്ടം കേട്ടിട്ടെങ്കിലും ഈ രക്ഷയുടെ അനുഭവം എന്താണെന്നും രക്ഷ എന്താണെന്നും അവർ പറഞ്ഞപ്പോൾ എനിക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അവർ പറഞ്ഞ നിത്യതയുടെ കാര്യം എന്നോട് പറഞ്ഞു. പക്ഷെ
എനിക്കത് വലിയ സന്തോഷമായി തീർന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം ഇത്രത്തോളം തകർന്നു പോയിരിക്കുന്ന ഒരു അനുഭവത്തിലാണ്. എന്നാൽ ഈ ഒരു രക്ഷ കൂടി നഷ്ടപ്പെട്ടു പോയി പിന്നെ അതിനെന്തൊരു പ്രയോജനം എന്ന് എന്റെ ഉള്ളത്തിൽ ആ രക്ഷയെ കുറിച്ച് നിത്യതയെ കുറിച്ച് ഒരു ബോധ്യം വന്ന് എനിക്ക് ലഭിക്കാനിടയായത്. എന്താന്ന് വെച്ചാൽ ഞാനൊന്നും വലിയ തെറ്റോ കുറ്റങ്ങളോ ഒന്നും ചെയ്തില്ല. ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ മറ്റുള്ളവർ ചെയ്ത ആ കഷ്ടം അല്ലെങ്കിൽ അത് നിമിത്തം നമ്മൾ ഒത്തിരി ഭാരം അനുഭവിച്ചു. അപ്പോൾ ഞാനിങ്ങനെയാണ് ചിന്തിച്ചത്, ഇനിയും ഭാരം തന്നെയാണെങ്കിലും ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെങ്കിൽ, ഒരു നിത്യത ഉണ്ടെങ്കിൽ അതെനിക്ക് പ്രാപിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞത് കേട്ട് ഞാൻ അവര് അനുസരിക്കാനിടയായി തീർന്നു. ഞാനത് ശ്രദ്ധയോടെ കേട്ടു. അത് കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് എനിക്കൊരു ബൈബിൾ അവർ തന്നിട്ട് പോയി. ഞാൻ ഈ ബൈബിൾ വായിക്കാൻ തുടങ്ങി. സങ്കീർത്തനങ്ങളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് വളരെ എന്തെന്നില്ലാത്ത സന്തോഷം എന്റെ ഉള്ളത്തിൽ തോന്നി. ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷം. ഓരോ ഭക്തന്മാരുടെ വേദനകള്, പ്രയാസങ്ങള് അതെല്ലാം പ്രാർത്ഥനയായിട്ട് അവർ ദൈവത്തോട് അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ ഏത് വിഷയങ്ങളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നെല്ലാം ഒരു വിചാരം എന്റെ ഉള്ളത്തിലേക്ക് ദൈവം തരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ ഈ ബൈബിൾ തിരിച്ചു മറിച്ചും എല്ലാം പഠിക്കുവാൻ തുടങ്ങി. അതിനുശേഷം അതിൽ വന്ന ഒരു സഹോദരൻ ഞങ്ങളുടെ വീടിന്റെ കുറച്ചപ്പുറത്താണ്. അദ്ദേഹം വന്ന് എന്നെ ആരാധനയ്ക്കെല്ലാം കൂട്ടി കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ആരാധനയ്ക്ക് കടന്നുപോയി. എന്നാലും ഞാനിങ്ങനെ വായിക്കും, പഠിക്കും, പ്രാർത്ഥിക്കും. എന്നാലും കൂട്ടുകെട്ടുകളൊന്നും വിട്ടിരുന്നില്ല. എന്നാൽ എന്റെ ഉള്ളത്തിൽ പിന്നെയും വലിയ ഭാരമായി തീർന്നു. അങ്ങനെ ഞാൻ ആ സഹോദരനോട് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഉള്ളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ വായിക്കുന്ന വചനങ്ങൾ എന്നോട് ഇടപെടുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ചേർന്നു പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന വചനങ്ങൾ എനിക്ക് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പാപിയാണെന്നുള്ള ബോധ്യം എന്റെ ഉള്ളത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹം 2001 ജനുവരി 8-ാം തീയതി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ആരാധനയ്ക്കെല്ലാം കടന്നുപോയി. ബൈബിൾ ഓരോ ദിവസവും വായിക്കുമ്പോൾ ഞാൻ വായിക്കുന്നത് എല്ലാം എഴുതിയെടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും വചനം കേട്ട് കഴിഞ്ഞാൽ അത് എഴുതിയെടുത്തിട്ട് കാണാപ്പാഠം പഠിക്കും. അങ്ങനെ ഒത്തിരി വചനങ്ങൾ എന്റെ ഉള്ളത്തിലേക്ക് കയറുവാനിടയായി തീർന്നു. 2001 ഏപ്രിൽ 14-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ശരിക്കും പറയാൻ സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമായി തീർന്നു. അപ്പൊ ആ ദേവദാസനൊക്കെ എന്ന് പറഞ്ഞു, ഇപ്പൊ വിജയരാജനെ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ സ്നാനപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ മുഖത്ത് എപ്പോഴും ദുഃഖത്തിന്റെ ഒരു അനുഭവമായിരുന്നു മുഖത്ത്. എന്നാൽ അത് ആ സ്നാനപ്പെട്ട ശേഷം ആ ദുഃഖമെല്ലാം മാറുവാനിടയായി തീർന്നു. പിന്നെ എന്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ജോലിക്ക് പോകുന്നിടത്തെല്ലാം ഞാൻ ബൈബിള് കൊണ്ടുപോകും, ഇരുന്ന് വായിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെല്ലാം ഞാൻ വചനം വായിച്ച് പഠിച്ചതാണ്. ഓരോ കാര്യങ്ങളും ഒരു ദേവദാസന്മാര് പറഞ്ഞു തരുന്നതിൽ കൂടുതൽ കർത്താവ് എന്നോട് പറഞ്ഞു തന്നു, എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തി. അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്യുന്ന ഈ സ്വർണ്ണപ്പണിയും ഈ വചനവുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമമൊക്കെ കാണിക്കേണ്ടി വരും. അപ്പൊ അതെന്റെ ഹൃദയത്തിൽ വലിയ ഭാരമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അന്ന് നല്ല വരുമാനം കിട്ടുന്ന ആ തൊഴിൽ ഞാൻ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഞാനത് ഉപേക്ഷിച്ചു. എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ഞാനൊരു കമ്പനിയിൽ ജോലിക്കായിട്ട് കയറി. അവിടെയും വളരെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, കഷ്ടതകളും ഉണ്ടായിരുന്നു. എന്നാലും എന്റെ ഉള്ളത്തിൽ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കുന്നതുകൊണ്ടും അതിൽ എനിക്കൊരു ഭാരമായി തീർന്നില്ല. പലവിധ പ്രതിസന്ധികൾ ആ ജോലി സമയത്തും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതെല്ലാം കർത്താവിന്റെ കൃപയാൽ മാറിപ്പോകാനിടയായി തീർന്നു. അപ്പോൾ അവിടെയുള്ള മാനേജർമാരൊക്കെ എന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് നല്ല ശമ്പളമുണ്ട്, ഇൻസെന്റീവ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, നിനക്ക് ഇതൊന്നുമില്ല, ഒരു ചെറിയ തുച്ഛമായ തുകയ്ക്ക് നീ ജോലി ചെയ്തിട്ട് നിനക്ക് എന്താണ് ഇത്ര സന്തോഷം? ഞാൻ പറഞ്ഞു, അത് ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ഒരു സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് സന്തോഷത്തേക്കാൾ അധികമായി കർത്താവിനെ സേവിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം, അത് നമ്മുടെ മുഖത്ത് പ്രകാശിപ്പിക്കും. നമ്മുടെ മുഖത്തെ അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി, അനുഗ്രഹമായി മാറുവാനിടയായിട്ട് അവർ നമ്മളോട് ചോദിക്കും. അപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ച്, അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ വളരെ സന്തോഷിച്ചു പോകുമ്പോഴത്തേക്കും എന്റെ വിശ്വസ്തത കാരണം എന്നെ അവിടുത്തെ കമ്പനിയുടെ ഡ്രൈവറായിട്ട് എന്നെ നിയമിച്ചു. അപ്പൊ അതെനിക്ക് ഭൗതികമായ ഒരു ഉയർച്ചയാണെങ്കിലും ആത്മീയമായിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഒരു പരാജയമായി തീർന്നു. ശരിക്കും ഞാൻ പോകുന്നിടത്തൊക്കെയും ബൈബിള് വായിക്കാം, പ്രാർത്ഥിക്കാം. ഇത് എപ്പോഴും ഞാൻ വണ്ടിയിൽ ഒറ്റയ്ക്കായിരുന്നു നേരത്തെ. അപ്പോൾ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കും, എപ്പോഴും കർത്താവിനോട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ ഒരു അദൃശ്യ സാന്നിധ്യം എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായി ഞാൻ അനുഭവിച്ച് അങ്ങനെ ജയിച്ചു. എന്നാൽ ഈ സാറിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഞായറാഴ്ച ഒക്കെ ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടി, അതുപോലെ ഒത്തിരി രാത്രി വൈകിയാണ് വരുന്നത്. അപ്പൊ വളരെ ബുദ്ധിമുട്ടായി. വചനം വായന കുറഞ്ഞു, പ്രാർത്ഥന കുറഞ്ഞു, ആരാധനയ്ക്ക് പോക്ക് കുറഞ്ഞു. ആ സമയത്ത് തന്നെ വീട്ടിലെ ചില കടഭാരങ്ങൾ നിമിത്തം ഭവനം ജപ്തിയുടെ അനുഭവത്തിലേക്ക് പോയി. അപ്പൊ പിന്നെ ബാക്കി ഒരു തുച്ഛമായ തുകയ്ക്ക് ഒരു ഭവനം മെയിൻ റോഡിലൊക്കെ മേടിക്കുക എന്ന് പറയുന്നത് അന്നത്തെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഒരു ഭവനം മേടിച്ച് തന്നെ വളരെ ദൂരത്താണ്.
ഉള്ളിലോട്ട് കയറി വരണം. അപ്പോൾ അവിടെ നടന്ന് പോകണം, വലിയ വണ്ടി സാധ്യതയില്ല, ബസ് പോലും ലഭിക്കത്തില്ല. അപ്പൊ അതെല്ലാം എന്നെ ക്ഷീണിപ്പിച്ചു, പെട്ടെന്ന് ക്ഷീണിപ്പിച്ചു. അതുപോലെ ജോലിയോടുള്ള ബന്ധത്തിൽ, അതുപോലെ സഭയ്ക്കകത്തുള്ള ചില വിഷയങ്ങൾ, നമ്മൾ വചനം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന, വചനത്തിൽ കാണുന്ന ഒരു സഭയായിരിക്കും, അതുപോലെ സ്നേഹമായിരിക്കും, ഐക്യമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ചില വിഷയങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അതുപോലെ ചില വ്യക്തികളുടെ വാക്കുകൾ, നമ്മളെ സഹായിക്കുമെന്ന് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുമെന്ന് എന്ന് കരുതിയ വ്യക്തികളിലൂടെ ഉള്ള ചില വാക്കുകളൊക്കെ അങ്ങ് നൊമ്പരപ്പെടുത്തി. അപ്പൊ ഞാൻ പെട്ടെന്ന് പിശാചി നമ്മുടെ കാതില് പറഞ്ഞ്, എല്ലായിടത്തും ഇതൊക്കെ തന്നെയാ, ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന്. ഞാൻ അവന്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ടു പോയി. എന്റെ ജീവിതം ക്രമേണ ആരാധനയ്ക്ക് പോകാതെ, പ്രാർത്ഥനയ്ക്ക് പോകാതെ എല്ലാം പോയി. പിന്നെ കൂട്ടുകെട്ടുകളിലേക്ക് മടങ്ങിപ്പോയി. വളരെ കഷ്ടതയിലേക്ക് പിന്നെയും കടന്നുപോയി. ഏകദേശം 3-4 വർഷത്തോളം ഞാൻ അങ്ങനെ തെറ്റി ഉഴന്നു നടന്നു. എന്നാൽ കർത്താവിനോട് ഉള്ള ഒരു ഇത് കൊണ്ടല്ല, കർത്താവിനോട് അന്നും എനിക്ക് സ്നേഹം എന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെയും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ പിന്മാറ്റക്കാരനാണ്. ഞാൻ വണ്ടിയിൽ എന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഞാൻ പറയും, കർത്താവെ ഞാൻ ഇങ്ങനെ തെറ്റുക, ഞാൻ മുഖാന്തരം ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും നാശം വരരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പിന്നെയും ആ ശൂന്യത, വലിയ വേദനകൾ ഉള്ളതിലേക്ക് കടന്നു വരുവാനായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ചിന്ത പിന്നെ എന്നെ ഭരിച്ചു. പക്ഷെ ഞാൻ ദൈവസേനയിൽ അങ്ങനെ കർത്താവ് എന്നോട് കരുണ കാണിച്ചെന്ന് പറയും. ദൈവം എന്നെ ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. എന്നോട് കൂടെ നടന്നത്, എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ആരും പഠിപ്പിച്ചു, ദൈവം ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചതെല്ലാം ഓർക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ സാന്നിധ്യം ഞാൻ വീണ്ടും കൊതിച്ച് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരയാനിടയായി തീർന്നു. കർത്താവ് എന്നെ മടക്കി വരുത്തണമേ എന്ന്. അപ്പോൾ എനിക്കൊരു സ്നേഹിതനുണ്ട്. ഈ സ്നേഹിതന് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പാ. അവനെ വിട്ടുപിരിയാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ ബാക്കി എല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയായി. പക്ഷെ ഇവനോട് ഇത് പറഞ്ഞിട്ട് നോ പറയാൻ എനിക്ക് മടിയായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഞങ്ങള് കൂടിയിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഉറച്ച ശബ്ദത്തിൽ എന്നോട് പറയുകയാണ്, നീ ഇങ്ങനെ നടന്ന പോലെ നീ സഭയിലേക്ക് തിരിച്ചു പോകണം, നിനക്കൊരു നല്ല ഭാവിയുണ്ട് എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞ് ഞാൻ അവനോട് അന്ന് ബൈ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ സഭയിലേക്ക് പോവാം, ഞാൻ ഇനി നമ്മൾ കാണുമ്പോൾ ഉള്ള ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദൈവകൃപയാല് അന്ന് മടങ്ങി വന്നു. അത് ദൈവം അവനെ കൊണ്ട് പറയിച്ചാണ്. നമ്മൾ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും ആ പ്രതിസന്ധിയിൽ നിന്ന് കർത്താവിന് ഇടപെടുവാൻ കഴിയും. പ്രവാചകന്മാരിലൂടെ മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ഏത് വ്യക്തിയായിരുന്നാലും കർത്താവ് അവരിലൂടെ നമ്മളോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. സദൃശവാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, ദൈവം സകലത്തെയും തന്റെ നല്ല ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ കൂടെ ആ സുഹൃത്താണ് എന്നോട് പറഞ്ഞത്, നീ മടങ്ങി പോകണം, വേറെ ആരുമല്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മടങ്ങി വന്നു. ഒരു മടങ്ങി വരുന്നതിന് ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രന്റെ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതുപോലെ തന്നെയായിരുന്നു എന്റെ ജീവിതത്തിൽ. മടങ്ങി വന്നു കഴിഞ്ഞ കർത്താവ് വലിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഇടയായി തീർന്നു. വലിയ അത്ഭുതം നിറഞ്ഞ അനുഭവത്തിലേക്ക് മടങ്ങി. ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു കർത്താവ് വേറെ ഇല്ല. ഇതുപോലെ സ്നേഹിക്കുന്ന മറ്റൊരു കർത്താവില്ല, മറ്റൊരാളുമില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെല്ലാം തെറ്റിപ്പോയതെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ നമ്മുടെ ദേവദാസന്മാർ വരെ നമ്മളെ ചോദ്യം ചെയ്യാം. എന്നാൽ കർത്താവ് ഇതൊന്നും ആലോചിക്കാൻ നമ്മുടെ പാപത്തെ എല്ലാം ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവ് എന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്റെ നഷ്ടപ്പെടുപോയ സമാധാനം എനിക്ക് തിരികെ ലഭിച്ചു. എന്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തിരികെ ലഭിച്ചു. നന്നായി പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരിക്കലും എന്റെ ഒക്കെ വിവാഹം നടക്കത്തില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ വയസ്സ് കൂടി വരുമ്പോഴും ഓരോരുത്തരുടെ വിവാഹത്തിന് മറ്റു കാര്യങ്ങൾക്കൊന്നും ഒന്നിനും ഞാൻ പങ്കെടുക്കത്തില്ല. എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പ്രായങ്ങൾ നമ്മളെക്കാളും ചെറിയവരുടെ ഒക്കെ വിവാഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതൊന്നും നടക്കത്തില്ല. എന്നാൽ കർത്താവ് തക്ക സമയത്ത് അത്ഭുതകരമായി എന്റെ വിവാഹം നടത്തുവാൻ ഇടയായി തീർന്നു. 2012 ഏറ്റവും അനുഗ്രഹപ്പെട്ട രീതിയിൽ എന്റെ വിവാഹം നടന്നു. വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ നടന്നു. ഒരിക്കലും ഒരു സാധ്യതയുമില്ല അതുപോലെയൊക്കെ വിവാഹം നടക്കുക. എന്നാൽ കർത്താവ് എന്നോട് കരുണ കാണിച്ചു അനുഗ്രഹപ്പെട്ട ഒരു തുണയെ എനിക്ക് ലഭിച്ചു. 2013 ഞങ്ങൾക്കൊരു കുഞ്ഞ് ലഭിച്ചു. അങ്ങനെ ജോഷു എന്നാണ് പേര്. ആ കുഞ്ഞ് ജനിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡോക്ടർമാർ പറഞ്ഞു അവന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, വളരെ പ്രതികൂലമാണെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. പിന്നെ പറഞ്ഞു ഒരു ക്രിട്ടിക്കലാണ്, ഇനി ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിനകത്തും ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്ററും പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞ കാര്യം അത് സത്യം തന്നെയാണ്, നീ പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഒരു ദിവസം രാത്രി മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം 6 മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം എനിക്കത് വലിയ
ഭാരമായിട്ട് തോന്നി. എന്താന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളിങ്ങനെ വിധി എന്നൊക്കെ പറയില്ല, അതോ ഇതും വിധിച്ചിട്ടില്ല എന്നൊക്കെ ഒരു ചിന്ത. എന്നാൽ പിന്നെയും തിരിഞ്ഞ് ചിന്തിക്കുവാൻ ദൈവം എനിക്കൊരു കൃപ നൽകി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുകളുണ്ടോ, അവള് ഒരു തെറ്റും ചെയ്യാതെ അവൾ 10 മാസം ചുവന്ന് പ്രസവിച്ചല്ലേ, ദൈവമേ അവളെ ഓർക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കർത്താവ് എനിക്കൊരു വചനം തരുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം അന്ന് രാത്രി എന്നോട് ഈ വചനം സംസാരിച്ചു. ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നോടുള്ള ദൂതാണെന്ന്. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. പിറ്റേ ദിവസം ഞാൻ വലിയ സന്തോഷത്തോടെയാണ് ഡോക്ടറെ കാണാനായിട്ട് കടന്നുപോയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 1-2 ടെസ്റ്റും കൂടി ചെയ്യണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം നോർമൽ ആയിരിക്കുന്നു. അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു. എന്റെ പ്രാർത്ഥനകൾ പലതും ഫലിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ ഇതിനുശേഷം എനിക്ക് എന്റെ ഉള്ളതിൽ ഒരു ആഗ്രഹമായിരുന്നു, സ്വന്തമായിട്ടൊരു വാഹനം മേടിച്ചിട്ട് ഓടിച്ച് ടാക്സി ആയിട്ട് ഓടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങി. എന്നാൽ പറയട്ടെ, 1 രൂപ പോലും എനിക്ക് അതിനു വേണ്ടി കൂട്ടിവെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് നിരാശ തോന്നി. ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ ദൈവത്തിന് നൽകാൻ യാതൊരു തടസ്സമല്ല. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നാണ് എന്ന് ഞാൻ ചിന്തിക്കുവാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആദിമകാലങ്ങളിൽ ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുക ദൈവം എന്നോട് സംസാരിച്ച ഒത്തിരി വചനങ്ങൾ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളവനാണെന്നുള്ള കാര്യം പിന്നെയും കർത്താവ് എന്നെ ഓർപ്പിച്ച് ഉണർത്തുവാൻ തുടങ്ങി. അപ്പോൾ ഓരോ മീറ്റിങ്ങിനെയും കടന്നു ഒത്തിരി ദേവദാസന്മാര് വന്നിട്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ദൈവാലോചന അറിയിക്കും, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്, ദൈവം അങ്ങനെ മാനിക്കും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി സ്ഥലത്ത് പോകും, എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിൽ ഞാൻ അതൊന്നും ഇതില്ല. എനിക്കറിയാം, എന്റെ ഉള്ളത്തിൽ അറിയാം ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ദിവസവും കർത്താവിനോട് ശരിക്കും പറഞ്ഞ വാദം നടക്കുകയാണ്. എന്റെ ഭവനം രണ്ടാമതും ഇത്തിരി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു കടമുണ്ട്. അതുപോലെ ഒരു വാഹനം മേടിച്ച് ബൈക്ക് മേടിച്ചതിന്റെ കടമുണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ എങ്ങനെ ഇറങ്ങിയാൽ എങ്ങനെ ശരിയാകും, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. എന്നല്ല ദൈവം ഓരോ ദിവസം ഓരോ വചനങ്ങളിലൂടെ ഇടപെട്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി ഉറപ്പായി. അങ്ങനെ ഒരു ദിവസം വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ നിര്യാണകാലം എടുത്തു. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. കണ്ണ് മങ്ങാതെയും ദേഹം ക്ഷയിക്കാതെയും ഇരുന്നു. ആ കണ്ണ് മങ്ങാതെയും ദേഹം ക്ഷയിക്കാതെയും ഇരുന്നുള്ള വചനം എന്റെ ഹൃദയത്തിൽ അത് വലിയ ഒരു ഉടക്കി എന്റെ ഹൃദയത്തിൽ അത് ഉറപ്പിച്ച്. അപ്പൊ കണ്ണ് മങ്ങാതെയും ദേഹം ക്ഷയിക്കാതെ ഇരിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഈ വർഷം ഡിസംബർ വരെ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ, പിന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്യും, അതിനുശേഷം ദൈവം പറയുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അപ്രകാരം ഞാൻ തീരുമാനമെടുത്തത് 2015 ഡിസംബർ 31 വരെ ജോലിക്ക് പോയി. അത് ജോലി രാജിവെച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ഉപവാസം ഇരുന്നു. അപ്പോൾ അന്നൊക്കെ പലരോടും പറയുമ്പോൾ നമ്മുടെ ഇത് പറയും, പലരും നമ്മളെ ഒരു വിശ്വാസിയായിട്ട് പോലും നമ്മളെ കണ്ടിട്ടില്ല സഭയിലൊന്നും. എന്നാൽ നമ്മുടെ ഉള്ളത്തിൽ ദൈവം സംസാരിക്കാൻ നമുക്കറിയാം. അപ്പൊ അത് പ്രകാരം ഞാൻ ഉപവാസം ഇരിക്കാൻ പോകുന്നവർ പലരും അത് വിശ്വസിച്ചില്ല. ഞാൻ അങ്ങനെ ഉപവാസം എടുത്തില്ല. ഞാൻ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ 1 ദിവസം 2 ദിവസം അങ്ങനെയൊക്കെ ഉപവാസം എടുത്ത. അപ്പൊ ഞാനിങ്ങനെ ഉപവാസം ഇരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പലർക്കും അത് ഉൾക്കൊള്ളാൻ കണ്ടില്ല. എന്നാൽ ഉപവാസം ഇരുന്നു. ഇങ്ങനെ ആ ഉപവാസം മുന്നോട്ട് പോയി 20 ദിവസമായിട്ട് ഒരു കാര്യം നടന്നില്ല. 21-ാം ദിവസം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പുലർകാലം ദൈവം എന്നോട് ഒരു വചനം സംസാരിച്ചു. അപ്പൊ അത് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:7 ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതരട്ടെ, കർത്താവ് എന്നോട് ധാരാളം കരുണ കാണിക്കുമെന്ന്. അപ്പൊ എനിക്കറിയത്തില്ല നമ്മുടെ ഉള്ളത്തിൽ എന്തൊക്കെ ദുഷ്ടതയുള്ളതെന്നും എനിക്കറിയത്തില്ല. അത് വ്യക്തം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ അങ്ങ് എന്നോട് സംസാരിച്ചു ദുഷ്ടത വിട്ടുതരികയാണ്, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, എന്തെല്ലാം ഉണ്ടെങ്കിലും കർത്താവ് തന്നെ അത് നീക്കണം, എനിക്കറിയത്തില്ല എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ഉപവാസം വലിയ അനുഗ്രഹമായി മാറി. അത് പിന്നെ സഭ ആയിട്ട് ഉപവാസം ഇരിക്കാനിടയായി തീർന്നു. അങ്ങനെ 40 ദിവസം ഉപവാസം പൊറുതി വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ആ സമയത്ത് ഒരു കോളേജിൽ നിന്നും എനിക്കൊരു ലെറ്റർ വരുവാനിടയായി തീർന്നു. ചേർന്ന് പഠിക്കും സഭയിൽ വന്ന ഒരു ലെറ്ററാ. അപ്പോഴും ദേവദാസൻ പറഞ്ഞു, സഭയിൽ ചേർന്ന് പഠിക്കണം, ഇന്നത്തെ കാലത്ത് ദൈവകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനത്തിലൂടെ ഈ ബൈബിൾ കോളേജിൽ തന്നെ ഇത് ചേർന്ന് പഠിക്കാനുള്ളൊരു ഇടപെടൽ ദൈവത്താൽ ഉണ്ടായി. അങ്ങനെ ആ ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിക്കുവാനിടയായി തീർന്നു. 2016 മെയ് മാസത്തിൽ അവിടെ ചേർന്ന്
ബൈബിൾ കോളേജിൽ പഠിച്ചു. അവിടെ 3 വർഷം അനുഗ്രഹപ്പെട്ട രീതിയിൽ ആ പഠനം പൂർത്തീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ബൈബിൾ കോളേജ് ഡ്യൂലോസ് ബിബ്ലിക്കൽ സെമിനാരി വെച്ചിച്ചിറ എന്ന് പറയുന്നതാണ്. അവിടുത്തെ അതിന്റെ ദേവദാസൻ ഡയറക്ടർ VP ജോസ് കുടുംബം അവർ അമേരിക്കയിലായിരിക്കുന്നു. അപ്പോൾ ആ ദേവദാസൻ എനിക്ക് പഠിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അറിയണം. എന്നാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് സ്കോളർഷിപ്പോട് കൂടി പഠിക്കുക എന്ന് പറയുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് വന്നു. ആ ദേവദാസൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അത് മാത്രമല്ല, ഞാൻ ഇവിടുന്ന് ബൈബിൾ കോളേജിൽ ശനിയാഴ്ച വന്നു കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ പോകും. അപ്പൊ തിങ്കളാഴ്ച 3 മണിക്ക് ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് പോയാൽ അവിടെ എത്തുള്ളൂ. അപ്പൊ ഒരു ദിവസം ദേവദാസൻ രാവിലെ ഞാൻ അവിടെ 7 മണിയായപ്പോ ചെല്ലുന്ന കണ്ടപ്പോ, അപ്പൊ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് വന്നു എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുന്ന് 3 മണിക്ക് പോകുന്നതാണ്. അയ്യോ, അങ്ങനെ അത്രയും കഷ്ടപ്പെടണ്ട, ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ ഒരു വീട് എടുത്തു തരാം, കുടുംബമായിട്ട് ഇവിടെ വന്ന് നിന്നു എന്ന് പറഞ്ഞ്. അന്ന് കോളേജിൽ കുടുംബമായിട്ട് താമസിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അങ്ങനെ താൻ എനിക്കൊരു ഭവനം എടുത്തു തന്നു, അതിന്റെ വാടകയെല്ലാം കൊടുത്തു, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. വളരെ അനുഗ്രഹപ്പെട്ട രീതിയിൽ അവിടെ പഠനം പൂർത്തീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ദേവദാസൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അതുപോലെ അവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ഒറീസയിൽ നിന്നെല്ലാം. അവരുടെ എല്ലാം വലിയൊരു ത്യാഗമനോഭാവത്താണ് താൻ ആ കോളേജ് നടത്തുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു അറിവോ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് അവരെ ഭാഷ പഠിപ്പിച്ച് വചനം പഠിപ്പിച്ച് വിടുക. അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ആ കോളേജിൽ പഠിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. കാര്യം ഒരു ചെറിയ കോളേജാണ്, എന്നാൽ അനുഗ്രഹപ്പെട്ട അധ്യാപകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് നോർത്ത് ഇന്ത്യക്ക് വരണമെന്നായിരുന്നു എന്റെ ഉള്ളത്തിലെ വലിയ ആഗ്രഹം. എന്നാൽ പലരോടും പറഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങോട്ട് പോകരുത് എന്നെല്ലാം പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ ഭാരത്തോടെ ആയിരുന്നു. അങ്ങനെ പിന്നെ തൊടുപുഴയിൽ ഒരു ഹോസ്റ്റലുണ്ട്, ഒരു ബോയ്സ് ഹോം ഉണ്ടായിരുന്നു. അവിടെ 1 വർഷത്തേക്ക് ഒരു വാർഡനായിട്ട് ജോലി ചെയ്യാനിടയായിരുന്നു. അവിടെയും നമ്മൾ ദൈവവേല എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോകുന്നത്. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ 1 വർഷം ഞങ്ങൾ അവിടെ നിന്നു. അതിനുശേഷം പിന്നെ കുന്നംകുളം എന്ന് പറയുന്ന ദേശത്ത് ഒരു ദേവദാസന്റെ കൂടെ 2 വർഷം അവിടെ നിന്നു. അവിടെ ആയിരുന്ന സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു. വലിയ മീറ്റിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കഷ്ടത അനുഭവിച്ചു. ഞാൻ ജോലി അന്വേഷിച്ച് പലയിടത്തും നടന്ന് ഒരു ജോലിയും ലഭിക്കാനിടയായിരുന്നു. അങ്ങനെ വളരെ ഭാരപ്പെട്ട് പ്രയാസത്തോടെ ആയിരുന്നു 2022 വരെ. പലരുമായിട്ടും ബന്ധങ്ങളെല്ലാം മോശമാകാൻ തുടങ്ങി. അതുപോലെ പലവിധ പ്രയാസങ്ങൾ ആ ജീവിതത്തിന്റെ സമയത്തിലൊക്കെ അനുഭവിച്ചു. എന്നാൽ 2022 വൈഫിന്റെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ റോയ്മോൻ മാത്യു കുന്നംകുളം ഷാരോൺ സഭയുടെ ശുശ്രൂഷകൻ, ഇപ്പോൾ അവിടുത്തെ സെൻട്രൽ മിനിസ്റ്ററുമാണ്. ആ ദേവദാസൻ ബീഹാറിലേക്ക് കടന്നു വരുവാനിടയായിരുന്നു. ആ ദേവദാസൻ ഇവിടെ വിസിറ്റിന് വേണ്ടി വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം താൻ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഇവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, വിജയരാജെ, ഇവിടെ നല്ല അവസരങ്ങളുണ്ട് ബീഹാറിൽ, വന്നു കഴിഞ്ഞാൽ നല്ല അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ചാടി പറഞ്ഞു, കർത്താവ് ദേവദാസനെ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. എന്റെ 2014 മുതലുള്ള പ്രാർത്ഥനയാണ് നോർത്ത് ഇന്ത്യയിൽ പോകുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ബൈബിൾ കോളേജിലെല്ലാം പഠിക്കുവാനും എല്ലാം ഇടയായിത്തീർന്നത്. അങ്ങനെ 2022 ജൂലൈ 2-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികം, 10ാം വിവാഹ വാർഷികത്തിന്റെ അന്ന് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇവിടെ വന്നു, പാട്നയിൽ വന്നു, ട്രെയിൻ ഇറങ്ങി. അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ഈ ദേശത്ത് കടന്നു വന്നത് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളെ ഇവിടെ നിലനിർത്താൻ വേണ്ട എല്ലാ മുഖാന്തരങ്ങളും ദൈവം ഒരുക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പാട്നയിൽ നിന്നും റക്സോൾ എന്ന് പറയുന്ന ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ ദേശത്തേക്ക് ഞങ്ങളെ അയച്ചു. ഇവിടെ കടന്നു വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഭാഷയുടെ പ്രതികൂലങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മുസ്കാൻ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്, അവിടെ പോയി പഠിപ്പിക്കും, വരും. എന്നാൽ അതൊന്നും നമുക്കൊരു ഉള്ളില് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല. പഠിപ്പിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ വിളിയെ കുറിച്ചുള്ള ഒരു ഉദ്ദേശം അത് നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം കുട്ടികളെ പഠിക്കുന്നുണ്ടെങ്കിലും പിന്നെയും നാട്ടിൽ പോയി മടങ്ങി വന്ന സമയത്ത് പിന്നെയും 1 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രോഗങ്ങള്, തീരെ മാറാത്ത രോഗങ്ങൾ, കൊച്ചിനും എനിക്കും അവൾക്കും പനി, ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ, അങ്ങനെ വളരെ കഷ്ടപ്പെട്ടു. ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ദൈവത്തോട് ചോദിച്ച് തിരിച്ചു വന്ന് പല്ലി വെച്ച് വന്നിട്ട് തിരിച്ച് മുറിയിലേക്ക് കയറി ബൈബിൾ തുറന്ന് വായിച്ചപ്പോഴത്തേക്കും ദൈവം അപ്പൊ തന്നെ അതിന് മറുപടി തന്നു.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 28-ാം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ പ്രതികൂലങ്ങളാണ് ശാരീരിക ഭാഷ. എന്നാൽ ആ ഒറ്റ വാക്യം, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്നുള്ളൊരു വാക്ക് നിമിത്തം, എന്താണെന്ന് വെച്ചാൽ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ അനേക വേലക്കാർ വന്നു പോയ സ്ഥലമാണ്. എന്നാൽ ആർക്കും ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു ദേശമാണ് ഇവിടെ. ഒരു ട്രാക്ക് പോലും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അവർ നേരത്തെ വലിയ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എതിർപ്പ് കാരണം ഇപ്പോൾ അവർക്കും വലിയ ആ ഹോസ്പിറ്റൽ റൺ ചെയ്തു പോകുന്നതല്ലാതെ വേറെ അവർക്ക് മിഷൻ പ്രവർത്തനങ്ങളൊന്നും അധികമായിട്ട് ചെയ്യുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളാണ് നമ്മളായിരിക്കുന്നത്. ഇത് നേപ്പാളിന്റെ ബോർഡറും കൂടിയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി ഞാനിവിടെ വന്ന സമയത്ത് ഒത്തിരി ആള് ഭയങ്കര ദേഷ്യത്തോടെയൊക്കെ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഒരു ദിവസം പുള്ളി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ അവരുടെ ദൈവത്തെ വിളിച്ച് ഞാൻ നടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ മനുഷ്യനെ കാണുവാനില്ല. അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ട് കിടപ്പായിട്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ പലവിധ ഹോസ്പിറ്റലിൽ, ഡൽഹി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി. അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയി മടങ്ങി കൊണ്ടുവന്നു. അപ്പോൾ ഞാനൊരു ദിവസം അവരുടെ മകനോട് ചോദിച്ചു, നമുക്ക് അവരോട് കൂടിയ ജാതിക്കാരാ, സംസാരിക്കാനൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു കിടപ്പ് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഇതറിഞ്ഞ ശേഷം ഞാനും വൈഫ് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഒരു ആദ്യഫലമായിട്ട് ഞങ്ങൾക്ക് നൽകണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിരുന്നു. പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുഖത്ത് ഒരു തെളിച്ചം കണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ഈ അവസ്ഥയിൽ അവര് വളരെ കഷ്ടതയിലാണ്, നമ്മുടെ പ്രാർത്ഥന അവർ സ്വീകരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. നിയോഗം കിട്ടുന്നതനുസരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു പോകും. അവിടെ പോയി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പറയും എഴുന്നേറ്റ് കിടക്കാം, അപ്പച്ചൻ എഴുന്നേറ്റ് കിടക്കാം, അപ്പച്ചൻ ഇവിടെ പഴയതുപോലെ സൈക്കിളിൽ ഓട്ടും എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞൊക്കെ കൊടുത്ത് ദൈവകൃപയാൽ ആള് ഇപ്പോ തന്റെ മക്കളുടെ തോളെ പിടിച്ച് നടക്കുന്നുണ്ട്. അതെ, അത്രത്തോളം ആളെ കാണണമായിരുന്നു. ആകെ ക്ഷീണിച്ച് അവസാനം കട്ടിലൊരു ചെറിയൊരു മാംസകഷ്ണം പോലെ കിടന്നു. എന്നാൽ ദൈവകൃപയാൽ ആളിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കാണുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് ഒരു വേല തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. അവിടെ ഒരു കൂട്ടമുണ്ട്. ഇവിടെ യഹോവ സാക്ഷികൾ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ പിതാ പരമേശ്വർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ ഉപദേശം കൊടുക്കുവാൻ ആരുമില്ല. അവർ വന്ന് ആരാധിച്ച് മടങ്ങിപ്പോവും, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അവിടെ ഒരാളില്ലെന്ന് അറിഞ്ഞ് അവിടെ കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. ഏകദേശം 80ഓളം പേർ കൂടി വരുന്ന ഒരു സ്ഥലമാണ്. ദൈവകൃപയാല് അവിടെ കടന്നുപോയി വചനം സംസാരിക്കുവാനും അവരെ ഒക്കെ ബലപ്പെടുത്തുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അവർ പലരും രോഗികളാണ്. ഇവിടെ ഉദരസംബന്ധമായ രോഗങ്ങൾ, അങ്ങനെയൊക്കെ പലവിധ പ്രയാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് അവർക്ക് വലിയ ആശ്വാസമാണ്. അങ്ങനെ അവിടെ പോയി കടന്നുപോയി. എന്നാൽ അതിനിടയ്ക്ക് ചെറിയൊരു എതിർപ്പുകളൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ മിഷനോട് ചേർന്നൊരു സഭ കുറച്ച് ഇവിടുന്ന് ഒരു 42 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ദേവദാസൻ ഇല്ലാത്തതുകൊണ്ട് ഞായറാഴ്ച അവിടെ പോയി ആരാധന നടത്തുന്നു. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കർത്താവ് നടത്തുന്ന രീതിയിൽ നമ്മൾ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ബലത്തോടെ ധൈര്യത്തോടെ നമ്മളിവിടെ ആയിരിക്കുന്നു. കർത്താവ് ഒരിക്കലും ഈ ഭാഗത്തേക്ക് വരുവാനും നമുക്ക് ഒരു യോഗ്യതയുമില്ല. എന്നാൽ കർത്താവ് ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. രൂത്തിന്റെയൊക്കെ പുസ്തകം പഠിക്കുമ്പോൾ രൂത്തിന്റെയൊക്കെ അവസ്ഥ ആദ്യം എന്തായിരുന്നു നമുക്കറിയാം. ഒത്തിരി മരണങ്ങള്, ഒത്തിരി ഇതെല്ലാം കണ്ടുവന്നാണ്. എന്നാലും ആ സലോമയോട് ചേർന്ന് വന്ന് യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ ആ വീണ്ടെടുപ്പുകാരനായ ബോവസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒത്തിരി തകർച്ചകള്, ഒത്തിരി മരണങ്ങൾ എല്ലാം കണ്ടു. വീട്ടിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ എല്ലാം മധ്യ ആ രൂത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന കർത്താവിന്റെ കരം കൂടെ ഇരുന്ന് എന്നെയും നടത്തുന്നു, കുടുംബമായി ഞങ്ങളെ നടത്തുന്നു. വൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ഉറപ്പുണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളിലേക്ക് നടത്തുമെന്ന്. കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അബ്രഹാമിനോട് പറഞ്ഞ് 400 വർഷം അടിമകളായി തീരുമെന്ന് പറഞ്ഞു. അതിനുശേഷം 1 മണിക്കൂർ 1 നാഴിക മാറിയില്ല. കർത്താവ് പറഞ്ഞ സമയത്ത് അവർക്ക് വേണ്ടി അത് ചെയ്തു. അതുപോലെ യിരെമ്യാവിനോട് പറഞ്ഞു 70 വർഷക്കാലം പ്രവാസികളായി പോകും, അതിനുശേഷം മടക്കി വരും. അതിനും അതെ, 1 നാഴിക നാളെ വൈകിയില്ല എന്ന് പറയുന്നത് പോലെ കർത്താവ് പറഞ്ഞ ഓരോ സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി
താഴ്മയോടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ഇതിനുവേണ്ടി മുഖാന്തരങ്ങളെ ഒരുക്കിയ അവസരം ഒരുക്കിയ ആന്റിക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ, ആ ബീഹാറിൻ്റെ മണ്ണിൽ കർത്താവിൻ്റെ ദാസനെ ദൈവം ഇത്രത്തോളം ഉപയോഗിക്കുന്നല്ലോ. ചുരുക്കം ചില വർഷങ്ങളായിട്ടേ ഉള്ളൂ അവിടെ ചെന്നിട്ട്. പിന്നെ ഇപ്പോഴാ ദൈവദാസനെ തളർന്നു കിടക്കുന്ന ആ കുടുംബത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ ആരാധനാ കൂട്ടായ്മകളിൽ കടന്നു വരാറുണ്ടോ? അവർ കൂട്ടായ്മയിലേക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഞാൻ ബൈബിളെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു. വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ തന്നെ അവരുടെ സ്വന്തക്കാരൊക്കെയും ഇവർ കൂടിയ ജാതിക്കാരാണ്. അവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തു വരാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആള് വചനം രക്ഷിക്കപ്പെട്ടു, വചനം ഏറ്റുപറഞ്ഞു, താനും തന്റെ മൂത്ത മകനും ഏറ്റുപറയുകയൊക്കെ ചെയ്തു. നമ്മളൊരു പതുക്കെ സാവധാനത്തോടെ കാത്തിരിക്കണം. ഇവിടെ നമുക്ക് പഴയതുപോലെ വ്യക്തിപരമായിട്ട് ഓരോരുത്തർ ഇതുപോലെ കൈകാര്യം ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ലഭിക്കുന്ന നമ്മള് പോയി അത്യാവശ്യം ലഭിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മള് വചനം സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ദേവദാസനെ സുവിശേഷം, ബീഹാർ എന്ന് പറയുന്നത് തന്നെ സുവിശേഷത്തിന്റെ ഒരു ശ്മശാന ഭൂമി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഒത്തിരി ഇന്നും ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും അവിടെ ഇന്ന് ഈ ജാതിപരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അതെ, അപ്പോൾ തന്നെ ഓക്കെ. എന്നാലും കർത്താവിൻ്റെ ദാസൻ മുഖാന്തരം വരെ യേശുക്രിസ്തുവിനെ അറിയുവാനും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും ഒക്കെയുള്ളതായ ഒരു ഭാഗ്യം കർത്താവ് അവർക്കും കൊടുത്തല്ലോ. ഇനി അനേകരെ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ആ ദേശത്ത് കർത്താവ് നൽകി തരട്ടെ. ദൈവം തൻ്റെ വാഗ്ദത്തം നിർവഹിക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പേടിച്ചോടി പോകരുതെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നാലും പേടിച്ചോടി പോകാതെ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ കർത്താവ് ദൈവദാസനെ കുടുംബമായി സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാ ദൈവകൃപയും കർത്താവ് നൽകിത്തരും. താങ്ക് യു പാസ്റ്ററെ. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരിക്കൽ കൂടി അങ്ങയുടെ പാതപീഠത്തിൽ കടന്നു വരുന്ന കർത്താവേ, പ്രിയ ജോയ്സ് ടിവിയിൽ കർത്താവെ, പ്രിയ ദേവദാസിയായി കർത്താവെ, ദൈവങ്ങളുമായി ഒരിക്കൽ കൂടി കർത്താവെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം. അടിയന്റെ ജീവിതത്തിൽ കർത്താവെ, അങ്ങടിയനെ കർത്താവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ കർത്താവെ. അതോർ നന്ദിയോടെ സ്തോത്രം. ഞാൻ പ്രിയ ജോയ്സ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആന്റിക്ക് ആന്റിയുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം കർത്താവ്. അനേക സാക്ഷ്യങ്ങളെ കൊണ്ട് കർത്താവ് അനേകരുടെ ബുദ്ധിയെ തുറക്കുമാറ് ഈ കർത്താവ് പ്രവർത്തനത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇതൊരു അനുഗ്രഹമായി മാറണമേ. ആരെങ്കിലും കർത്താവ് നിരാശയോടെ കർത്താവെ, ഹല്ലേലൂയ, ആയിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് കർത്താവെ ഈ സമയത്ത് ദൈവം അവരെ വിടുവിക്കണമേ, ആശ്വാസം പകരണമേ കർത്താവെ. ഞങ്ങളുടെ കരം നീട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇനി മുന്നോട്ട് വഴിയില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവെ, വഴി ഇതാകുന്നു എന്നുള്ള ശബ്ദം കർത്താവ് കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവ തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. വിവിധ വിഷയങ്ങളാൽ ഞരങ്ങുന്നവരുണ്ട് കർത്താവെ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരെല്ലാം വിടുവിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവമേ. ഹല്ലേലൂയ. എന്നേക്ക് നിലനിൽക്കാൻ പ്രതിഫലം അടിയന് ലഭിച്ചതുപോലെ അവർക്ക് ലഭിക്കാൻ ദൈവം അവരെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും ശുഭത നൽകി സകലരെയും അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്ന എല്ലാ മഹത്വം അങ്ങേക്ക് എന്നുമുള്ളതല്ലോ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തു തന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ദാസനെ നന്ദിയുണ്ട്. കർത്താവ് സഹായിക്കട്ടെ.